ഒരു ലാസർ മരിച്ചത് ഒരു നിന്ദയ്ക്കോ ഒരു ദുരന്തത്തിനോ ഒരു തകർച്ചയ്ക്കോ അല്ല. നിന്റെ വിശ്വാസത്തെ കൊന്നു കളയുന്ന അവൻ ശത്രു പല സംശയങ്ങളും നിന്റെ ഉള്ളിൽ കൊണ്ടിട്. ആരെ ഒതുക്കിക്കളയാം, ആരെ നശിപ്പിക്കാം, ആരെ ഇൻവിസിബിൾ ആക്കാം, ആരെ ഡിസപ്പിയർ ആക്കാം, ആരെ എന്നേക്കുമായി മാറ്റിക്കളയാം എന്നൊരു ഭാവത്തിൽ ശത്രു ഒരലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നെന്ന് വചനം പറയുന്നു. ചില പരിശോധനകൾ, ചില വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിന്റെ മുൻപാകെ ശത്രു കൊണ്ടിട്ട് നിന്നെ ഭയപ്പെടുത്താനായി ശ്രമിക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് ഭയമായിട്ടല്ല, ആശങ്കയായിട്ടല്ല, നിരാശയായിട്ടല്ല, ദൈവത്തിലുള്ള ആശ്രയം. ഇതത്രേ നമ്മുടെ റെസ്പോൺസ് ആകേണ്ടത്. ഒന്ന് പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന നൽകിയ ഒരു സംഭവമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ആമേൻ. ഇവിടെ കാണുവാനേ കഴിയുന്നത് പിശാച് അലറുന്ന സിംഹത്തെ പോലെ, അല്ലെ, അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു, ആരെ ഒതുക്കിക്കളയാം, ആരെ നശിപ്പിക്കാം, ആരെ ഇൻവിസിബിൾ ആക്കാം, ആരെ ഡിസപ്പിയർ ആക്കാം, ആരെ എന്നേക്കുമായി മാറ്റിക്കളയാം എന്നൊരു ഭാവത്തിൽ ശത്രു ഒരലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നെന്ന് വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇത് കേൾക്കുമ്പോൾ വളരെ കട്ടിയായിട്ടുള്ള ഒരു വചനമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇന്ന് രാത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ, വചനത്തെ പറ്റി വചനം പറയുന്നത് തേനിലും മധുരമായി ഒന്നെന്ന്. ഹല്ലേലൂയ. ആമേൻ. പണ്ടുള്ളവർ പറയും നെല്ലിക്ക കഴിക്കുമ്പോൾ ആദ്യം ഒന്ന് കയ്ക്കും പിന്നീട് മധുരിക്കും. ഇപ്പൊ ആദ്യം കട്ടിയായിട്ട് തോന്നിയാലും മനസ്സിലാക്കിക്കോളാം, ഇത് എപ്പോഴോ ഇതൊരു മധുരമായി തീരാൻ പോയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ചിലത് നിന്റെ ജീവിതത്തിൽ ഒരു മാധുര്യമേറിയ ഒന്നായി തീരാൻ പോവുക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പലവിധമാകുന്ന മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? പല മേഖലയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചത്. സാമ്പത്തിക മേഖലയിൽ നമുക്കൊരു ജീവിതമുണ്ട്, അല്ലെ? അതായത് നമ്മുടെ തൊഴിൽ മേഖലയിൽ ഒരു ജീവിതമുണ്ട്, നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ നമുക്കൊരു ജീവിതമുണ്ട്, കുടുംബത്തിനകത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആമേൻ. നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു ജീവിതമുണ്ട്, കുഞ്ഞുങ്ങളുടെ ഇടയിൽ നമുക്കൊരു ജീവിതമുണ്ട്. അങ്ങനെ വിവിധമായ ഏരിയാസിൽ നമ്മൾ ഓരോരുത്തരും ജീവിതം ജീവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലും നമുക്കൊരു ജീവിതമുണ്ട്, അല്ലെ? ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഇന്ന് ആളുകൾ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, പലയിടത്തും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലയിടത്താണ് പിശാച് അവൻ വിഴുങ്ങുവാനിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ചിലയിടത്ത് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത്, ആമേൻ, ചിലയിടത്ത് നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത്, ചിലയിടത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ചിലയിടത്ത് നമ്മുടെ മാനസിക ജീവിതം. അത് വിട്ടുപോയി, മനസ്സിനകത്ത് ഒരു ജീവിതമുണ്ട്, അല്ലെ? സന്തോഷം, സമാധാനം, സ്വസ്ഥത, നമ്മുടെ പേഴ്സണൽ സ്പേസ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും നമ്മുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ട്, അല്ലെ? നമ്മുടേതായിട്ടുള്ള സമാധാനം, സ്വസ്ഥത അനുഭവിക്കുന്ന ചിലരൊക്കെ പ്രാർത്ഥനാ വിഷയം പറയും, ഇങ്ങനെ പറയാറുണ്ട്, ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര മനസ്സിനകത്ത് ഭാരമാ, ഉറങ്ങാൻ കഴിയുന്നില്ല, സ്വസ്ഥതയില്ല, അസമാധാനമാണ്, ഒരു പ്രശ്നവുമില്ല, പക്ഷേ മനസ്സിനകത്ത് ഭയങ്കര ഭാരം. അപ്പൊ ഒരു മാനസികമായ ജീവിതവും നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലയിടത്ത് പിശാച് ആക്രമിക്കുന്നത് അലറുന്ന സിംഹത്തെ പോലെ വിഴുങ്ങുവാനായിട്ട് കാത്തിരിക്കുന്നത് ചിലരുടെ മാനസിക മേഖലയിലാണ്. ആമേൻ, ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ആത്മീക ജീവിതത്തിലാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ഏത് മേഖലയിലായിക്കോട്ടെ, പക്ഷേ പിശാച് നമ്മെ വിഴുങ്ങുവാനായിട്ട് കാത്തിരിക്കുന്നു എന്നൊരു വാർണിംഗ് ബൈബിൾ പറയുക. ആമേൻ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഞാനിത് എൻ്റെ വായിൽ നിന്നോ എൻ്റെ മനസ്സിൽ നിന്നോ എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നോ പറയുന്ന ഒരു കാര്യമല്ല. ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്ത് തന്നെ ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതം വീണ് പോകാതിരിക്കാൻ ഒരു വാർണിംഗ് തരികയത്ര ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്നൊരു പക്ഷെ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കാം, ഇന്നൊരു പക്ഷെ നമ്മുടെ ജീവിതം വളരെ സ്വസ്ഥതയും സമാധാനവും തൃപ്തികരമായൊരു ജീവിതമായിരിക്കാം. പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ വചനം പറയാം, വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് അപ്രകാരം ശത്രുവിൻ്റെതായിട്ടുള്ള കെണിയുടേതായിട്ടുള്ള വക്കിൽ നിൽക്കുന്നവരുണ്ട്. ചിലർ ആ ശത്രുവിൻ്റെ കെണിയിൽ വീണുപോയവരുണ്ട്.
ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ശത്രുവിനോട് മല്ലി പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതിൽ നിന്നെങ്കിലും പുറത്തു വരുക. ആമേൻ, ഹല്ലേലൂയ. വിവിധമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ആമേൻ, ദൈവത്തിൻ്റെ വചനം ഇന്ന് ഇപ്രകാരം പറയും, നമ്മളെ പേടിപ്പിക്കാനല്ല, അതിലുപരിയായി നമുക്കതിൻ്റെ പിന്നിൽ ഒരു ജയമുണ്ടെന്നുള്ളൊരു സത്യത്തെ ഇന്ന് രാത്രിയിൽ വെളിവാക്കുവാൻ അത്ര ഈ വചനത്തെ ഇന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദൈവം വാണിംഗ് തരിക മാത്രമല്ല, അവൻ വാണിംഗ് തന്ന വഴിയെ ഒരുക്കുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദൈവം നമുക്കായിട്ട് മുൻകൂറായി ചിലത് കാണിച്ചു തരിക മാത്രമല്ല, അവൻ നമുക്കായി കരുതുന്നവനാണ്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവമുണ്ട്, ഒരു സ്റ്റെപ്പുണ്ട്. ഈ ദൈവത്തിൻ്റെ കരുതലും ഈ ദൈവം നൽകുന്ന വാണിങ്ങിൻ്റെയും ഇടയിൽ, ആമേൻ, പലപ്പോഴും ഈ ഗ്യാപ്പിന്റെ മധ്യത്തിൽ വെച്ച് നമ്മൾ ലോസ് ആയി പോകാറുണ്ട്, നമ്മൾ ലോസ്റ്റ് ആകാറുണ്ട്, നമ്മൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്, നമ്മൾ തെറ്റിപ്പോകാറുണ്ട്. ഇന്ന് ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നുണ്ട്, നമ്മുടേതായിട്ടുള്ള കോപ്പറേഷൻ. ഹല്ലേലൂയ. ദൈവാത്മാവുമായി, ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളുമായി, ആമേൻ, ദൈവത്തിൻ്റെതായിട്ടുള്ള ഹിതവുമായി നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മമണ്ഡലം, നമ്മുടെ ശരീരം, നമ്മുടെ ശ്രദ്ധ, ഇതെല്ലാം കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഗ്യാപ്പ് ബ്രിഡ്ജ് ആകത്തുള്ളൂ. ആമേൻ, ഈ ഗ്യാപ്പ് മാറി അതൊന്നായി തീരത്തുള്ളൂ. എന്ത്? ദൈവം തരുന്ന വാണിങ്ങും അതിനുശേഷം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ. ഹല്ലേലൂയ. പലപ്പോഴും ഈ വാണിംഗ് കിട്ടുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്, ആശങ്കപ്പെടാറുണ്ട്, ടെൻസ്ഡ് ആകാറുണ്ട്. ഈ ടെൻസ്ഡായി ഭയപ്പെട്ട് നമ്മൾ ആശങ്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നുണ്ട്, ആമേൻ, ദൈവത്തിൻ്റെ കരുതലിനെ നമ്മൾ കാണാതെ പണ്ട് ശത്രുവിൻ്റെതായിട്ടുള്ള മൂർച്ചയുള്ള പല്ലിൽ എത്രയും നമ്മുടെ ശ്രദ്ധ പോയി അകപ്പെടുന്നത്. ആമേൻ, മനസ്സിലായോ? പലപ്പോഴും നാം ഭയപ്പെടുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഇപ്രകാരമുള്ള ആമേൻ ചിലതൊക്കെ മുൻകറായി കാണുന്നു. ചില ലക്ഷണങ്ങളെ ദൈവം കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ചില അടയാളങ്ങളെ ദൈവം കാണിച്ചിരുന്നു, ചില ദർശനങ്ങളെ ദൈവം കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ചില ദൈവിക ശബ്ദങ്ങൾ നമ്മളെ തേടി വരുന്നു. അവൻ അല്ലെങ്കിൽ ഇപ്രകാരം ഇന്ന് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മൾക്കായി ദൈവം നൽകിയെങ്കിൽ ചുമ്മാതെ ഒന്നും തരത്തില്ല. എവിടെയോ നമ്മൾ കെയർഫുൾ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിലൂടെയും നൽകുമ്പോൾ ഇവിടെ ഭയപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നുണ്ട്, നാം ദൈവത്തിൽ നിന്ന് ഡിസ്റ്റന്റ് ആവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? സങ്കീർത്തനങ്ങൾ 91 നാം പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്, കർത്താവ് തൻ്റെ കൈകളിൽ വഹിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ, ഹല്ലേലൂയ, കാല് കല്ലിൽ തട്ടി വീഴാതെ വണ്ണം കൈകളിൽ വഹിക്കുന്ന ഒരു ദൈവിക സംരക്ഷണം. പക്ഷേ ഇന്ന് നമ്മൾ ആ കൈകളിൽ ഇരിക്കാൻ മനസ്സ് കാണിക്കാതെ ഇന്ന് ആ കയ്യിൽ നിന്ന് നമ്മളെ ദൂരെ ഓടിയാൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ഈ സംരക്ഷണം, ഈ കരുതൽ നമുക്ക് നഷ്ടപ്പെടുക എത്ര ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഇന്ന് ആ കൈകളിൽ നമുക്കൊന്ന് ആമേൻ മറഞ്ഞിരിക്കുവാൻ, നമുക്കൊന്ന് മുഴങ്കാൽ മടക്കി ഇരിക്കുവാൻ, നമുക്കൊന്ന് ചേർന്നിരിക്കുവാനേ കഴിയുമെങ്കിൽ ഒന്ന് സംഭവിക്കുന്നു, ആ കരുതൽ നമ്മെ സംരക്ഷിക്കുവാനിടയായിത്തീരുന്നു. ആമേൻ, ആമേൻ. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞോട്ടെ. ചില പരിശോധനകൾ, ചില വെല്ലുവിളികൾ, ചില ശത്രുവിനതുള്ള മൂർച്ചയുള്ള പല്ല്, ചില ഓലപ്പാമ്പിൻ്റെതുള്ള അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മുൻപാകെ ശത്രു കൊണ്ടിട്ട് നിന്നെ ഭയപ്പെടുത്താനായി ശ്രമിക്കുമ്പോൾ നിന്റെ റെസ്പോൺസ്, നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഭയമായിട്ടല്ല, ആശങ്കയായിട്ടല്ല, നിരാശയായിട്ടല്ല, അതിലുപരിയായി നാം ദൈവത്തോട് കൂടുതലായി അടുക്കുവാനായി കാരണമായി തീരുന്ന ആരാധന, ഹല്ലേലൂയ, പ്രാർത്ഥന, അന്യഭാഷ, സ്തുതി, സ്തോത്ര, ദൈവത്തിലുള്ള ആശ്രയം, ഇതത്രേ നമ്മുടെ റെസ്പോൺസ് ആകേണ്ടത്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരണം, അതായിരിക്കണം നമ്മുടെ പ്രതികരണമായിരിക്കേണ്ടത്. ഹല്ലേലൂയ. ഇപ്രകാരമാണ് യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ എഴുതിയത് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലുവാനേ കഴിയുന്ന വിധം എന്നത് അത് മറ്റൊന്നിലൂടെ അല്ല, അത് നാം യേശുവിൽ നാം അർപ്പിക്കുന്ന വിശ്വാസത്തിലൂടെ മാത്രമത്രേ. കാരണം യേശു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ എന്ത് ചെയ്യില്ല, കാണില്ല, പിതാവിൻ്റെ അടുക്കൽ പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിതാവിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, അത് യേശുവാണ്. ഹല്ലേലൂയ. ഇനിയിപ്പോൾ നാളെ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ, എനിക്കൊന്ന് യേശുവിനെ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ.
അപ്പൊ ഈ പ്രെയർ ലൈനിൽ വിളിച്ചാലും യേശുവിനെ കണ്ടെത്തി തരാനായിട്ട് അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഈ നബി ബ്രദറിന്റെ അടുത്ത് പറഞ്ഞിട്ട് യേശുപ്പച്ചനെ കാണണമെങ്കിൽ ഒന്ന് എൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞു വിടണേന്ന് പറഞ്ഞാലും കാണാൻ പറ്റത്തില്ലാന്നേ. ഇന്ന് ആ യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലുവാൻ, ആ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുവാനേ കഴിയുന്ന ഒരേ ഒരു മാർഗം ആ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ, ആ യേശുവിൽ നമ്മുടെ ആശ്രയം വെക്കുന്നതിലൂടെ. ഒരു മനുഷ്യനിലല്ല, ആമേൻ, ഒരു ദൈവദാസന്മാരിലുമല്ല, ഒരു വ്യക്തികളിലുമല്ല, ഒരു സ്ഥാപനങ്ങളുമേലുമല്ല, അതിലുപരിയായി യേശുവിൽ നമുക്ക് നമ്മുടെ ആശ്രയത്തെയും വിശ്വാസത്തെയും വെക്കുവാനേ കഴിയുന്ന എപ്പോഴാണോ അവിടെ അത്രേ നാം ദൈവത്തോട് അടുത്തു ചെല്ലുന്നത്. അവൻ ശത്രു പറയോ, നിന്റെ വിശ്വാസത്തെ നിന്റെ വിശ്വാസത്തെ കൊന്നു കളയുന്ന പലതും ശത്രു നിന്റെ ചെവിക്കകത്ത് എന്ന് പറയും. അവൻ ശത്രു പല ചോദ്യചിഹ്നങ്ങളും കൊണ്ടിട്, ശത്രു പല വിധമാകുന്ന സംശയങ്ങൾ നിന്റെ ഉള്ളിൽ കൊണ്ടിട്. പക്ഷേ ദൈവത്തോട് അടുത്തു ചെല്ലുന്നവനൊരു പ്രത്യേകതയുണ്ട്. നീ എന്തോ പറഞ്ഞ ശത്രുവായി, നീ എന്തോ ചോദിച്ചോ, നീ എന്തോ എന്റെ ഉള്ളിൽ ഇടാൻ ശ്രമിച്ചോ, പക്ഷെ ഇന്ന് എന്റെ ഉള്ള് നിന്റേതായിട്ടുള്ള ശബ്ദത്തിന് സ്ഥാനമില്ല. ഇന്ന് എന്റെ ഉള്ള മുഴുവന് യേശുവിലുള്ള എന്റെ വിശ്വാസം, യേശുവിലുള്ള എന്റെ ആശ്രയം കൊണ്ട് നിറഞ്ഞിരിക്കുക, നിനക്ക് സ്ഥലമില്ല. ഇപ്രകാരം അത്രേ ഒരു വ്യക്തി ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം നാം അടുത്ത് ചെല്ലുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ യഹോവ ഈരയാകുന്ന ദൈവത്തിന്റെ കരുതൽ, ആമേൻ, ആ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ. ശത്രു നമ്മളെ തകർത്ത് കളയാനോട് വെല്ലുവിളിക്കുമ്പോൾ, അവന്റെ ആർട്ടിഫിഷ്യൽ ടീത്ത് കാണിക്കുമ്പോൾ, പല്ല് കാണിക്കുമ്പോൾ, അവൻ്റെതായിട്ടുള്ള ഓലപ്പാമ്പുകളെ കാണിക്കുമ്പോൾ ഭയപ്പെടുകയല്ല നാം ചെയ്യേണ്ടത്. നാം ദൈവത്തോട് കൂടുതലായി അടുത്ത് ചെല്ലണം. എങ്ങനെ അടുത്ത് ചെല്ല്? അധികമായി വിശ്വസിക്കണം. സാഹചര്യം വിപരീതമായിരിക്കും, പക്ഷേ ആ വിപരീത സാഹചര്യത്തിൽ അധികമായി വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയങ്ങളിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിശ്വാസം ഉയരുന്നത് ഏറ്റവും വിപരീതമായ സാഹചര്യങ്ങൾ നടുവിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും വലിയ കഷ്ടത വരുന്നത്, എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്? പല റീസൺസ് ഉണ്ട് കേട്ടോ, ഇത് മാത്രമൊന്നുമല്ല റീസൺ, ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം എൻ്റെ വിശ്വാസം ഡെവലപ്പ് ആയത് എൻ്റെ ഏറ്റവും ലോവസ്റ്റ് മൊമെന്റിലാണ്. ഹല്ലേലൂയ. പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഈ വിശ്വാസം വന്നില്ല. സ്തോത്രം. മൈക്ക് തരാൻ ആൾക്കാരുണ്ടായിരുന്നപ്പോൾ ഈ വിശ്വാസം വന്നില്ല. കേട്ടോണ്ടിരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നപ്പോൾ ഈ വിശ്വാസം വന്നില്ല. പക്ഷേ വളരെ ശക്തമായ വിശ്വാസം ഞാൻ അനുഭവിച്ചത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഴുന്നേക്കാൻ പോലും കഴിയാതെ വണ്ണം ബെഡില് ഒരു രോഗിയായി നീര് ബാധിച്ച് കരഞ്ഞ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് കിടന്നപ്പോഴത്രേ ഏറ്റവും വലിയ വിശ്വാസം എന്നിൽ ഉളവാകുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകിൽ ഇന്ന് രാത്രി ഞാനെന്ന് പറഞ്ഞോട്ടെ, ചില പരിശോധനകൾ നിന്റെ തകർച്ചയ്ക്കല്ല, അതിലുപരിയായി ഏറ്റവും വലിയ വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉയരാനുള്ള ചില അവസരങ്ങളാണ്. ഹല്ലേലൂയ. ഒരു ലാസർ മരിച്ചത് ഒരു നിന്ദയ്ക്കോ ഒരു ദുരന്തത്തിനോ ഒരു തകർച്ചയ്ക്കോ അല്ല. അതിലുപരി ഒരു ലാസർ മരിച്ചത് ആ ദേശം കാണാത്തൊരു വലിയൊരു അളവിലുള്ള വിശ്വാസം ആ മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ ഉളവാകുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം ഒരു ലാസർ മരിച്ചപ്പോൾ മാർത്തയും മറിയയും ഒരു മരിച്ചുപോയ വ്യക്തിയെ ജീവനിലേക്ക് കൊണ്ടുവരാനായി കഴിയുന്ന അളവിലുള്ള വിശ്വാസത്തെ അവർക്ക് പ്രകടമാക്കുവാനായി കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്രകാരം ആ രണ്ട് സ്ത്രീകളും എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും നോ പറഞ്ഞു. പക്ഷേ ഈ രണ്ട് സ്ത്രീകൾ ബലഹീന പാത്രമെന്ന് സമൂഹം വിധി എഴുതിയിരുന്ന, മനസ്സിന് ബലമില്ലാത്ത കട്ടിയില്ലാത്തവരെന്ന് പറഞ്ഞ് പുറന്തള്ളപ്പെട്ടിരുന്ന ഈ രണ്ട് സ്ത്രീകൾ യേശുവിൽ അവരുടെ ആശ്രയം വെച്ചപ്പോൾ, യേശുവിൽ അവരുടെ ഏറ്റവും വലിയ വിശ്വാസത്തെ പ്രകടമാക്കിയപ്പോൾ, ഒരു കണ്ണും ഒരു ചെവി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് കാണാത്തത് കേൾക്കാത്തതുമായ ഒന്ന് സംഭവിച്ചു. മരിച്ചു ജീർണിച്ചു നാറ്റം വമിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി ഞാനിന്ന് വിളിച്ചു പറഞ്ഞോട്ടെ, ചില ശോധനകൾ, ചില പരിശോധനകൾ, ചില തകർത്ത് കളയുമെന്ന് പിശാച് വെല്ലുവിളിക്കുന്ന നിന്റേതായിട്ടുള്ള ജീവിതത്തിൽ ഞെരുങ്ങി നുറങ്ങിയിരിക്കുന്ന അവസ്ഥകൾ നിന്റെ തോൽവിക്കല്ല, നിന്റെ തകർച്ചക്കല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വിശ്വാസം വെളിപ്പെട്ട് ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിന്റെ ജീവിതത്തെ ഒരു ചരിത്രമാക്കി മാറ്റുവാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയുന്ന കരമടിച്ച് പ്രതികരിക്കുക.
യേശു കരമണിച്ച് സ്വീകരിച്ചെടുക്ക, വചനത്തെ സ്വീകരിച്ചെടുക്ക. യേശു ശത്രുവിനോട് നോക്കി പറയാ, ഓ പിശാചേ, നീ എത്ര തന്നെ വെല്ലുവിളിച്ചോ, ശത്രുവെ നീ എത്ര തന്നെ എന്റെ ജീവിതത്തെ അവൻ ഉടച്ചു കളയുവാൻ, വിഴുങ്ങിക്കളയുവാൻ, ഡിസപ്പിയർ ആക്കുവാൻ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാല്, ഇന്ന് രാത്രിയില് ഞാൻ വചനം ഏറ്റെടുത്ത് ഒരു തീരുമാനമെടുക്കുന്നു. നിന്റെ പദ്ധതികൾക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഞാൻ വിശ്വാസം എന്റെ യേശുവിൽ ഓൾറെഡി ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു. Hallelujah, hallelujah, hallelujah. Glory to Jesus, glory to Jesus. ഏറ്റെടുത്തോളം. പരിശുദ്ധാത്മാവ് ഞാൻ ഈ മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്തിൽ ഓർമ്മപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു. ഇങ്ങനെ ഒരു ആലോചന നൽകി. ചിലരൊക്കെ ഗിവപ്പ് ചെയ്തിരിക്കുക പല മേഖലകളിൽ. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് കാണിച്ചത് ആത്മമണ്ഡലത്തിലാണ്, ആത്മീക ജീവിതത്തിലാണ്. ആത്മീക ജീവിതത്തിൽ സകലതും ഗിവപ്പ് ചെയ്ത്, അതായത് ഹോപ്പ് നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൊട്ടിയും പാടിയും ഒക്കെ പോകുന്ന ചില വ്യക്തികൾ പിശാച് ഒതുക്കി കളഞ്ഞു, പിശാച് ഡിസപ്പിയർ ചെയ്ത് കളഞ്ഞു, നിങ്ങളെ അപ്രത്യക്ഷമാക്കി കളഞ്ഞ ആത്മീയ ഗോളത്തിൽ നിന്ന് തന്നെ. നേരത്തെ നിങ്ങൾക്ക് ഓടാൻ വളരെ താല്പര്യമായിരുന്നു, പ്രാർത്ഥിക്കാൻ താല്പര്യമായിരുന്നു, സുവിശേഷം പറയാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആത്മീക ജീവിതത്തിൽ എല്ലായിടത്തും ഫ്രണ്ടിൽ നിന്ന ചിലർ എവിടെയോ പിശാച് നിങ്ങളെ വെച്ചിരിക്കുക. എവിടെയോ പിശാച് നിങ്ങളെ വിഴുങ്ങി വെച്ചിരിക്കുക. ഇന്ന് രാത്രിയിലൊന്ന് പറഞ്ഞോട്ടെ, ഒരു യോനയെ ഒരു മത്സ്യം വിഴുങ്ങി. പക്ഷേ ആ വിഴുങ്ങി എന്ന് പറഞ്ഞ ആ മത്സ്യത്തിന് യോനയെ നശിപ്പിക്കാനേ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനയെ മത്സ്യം വിഴുങ്ങിയെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോണം, യോന ആ മത്സ്യത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത് താൻ എത്തിച്ചേരേണ്ടുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയിലായിരുന്നു. അവൻ ലാൻഡ് ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോണം, നിന്റെ കഴിഞ്ഞ നാളുകളിലുള്ള സമയത്തെ, നിന്റെ കഴിഞ്ഞ നാളുകളിലെ മാസങ്ങളെ, ആഴ്ചകളെ, ദിവസങ്ങളെ പിശാച് വിഴുങ്ങി വെച്ച് നിന്റെ ആത്മീക ജീവിതത്തെ ഒതുക്കിക്കൂട്ടി ഡിസപ്പിയർ ആക്കി കളഞ്ഞെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോണം, ഇന്ന് രാത്രി നീ വചനം ഏറ്റെടുത്ത് വിശ്വാസത്തെ യേശുവിൽ സമർപ്പിച്ച് യുദ്ധം ചെയ്ത് പുറത്തു വരുമ്പോ ഒന്ന് മനസ്സിലായിക്കൊണ്ട്, നിന്റെ കാല് ലാൻഡ് ചെയ്യുന്നത് തീച്ചുളയിലല്ല, നിന്റെ കാല് ലാൻഡ് ചെയ്യുന്നത് യോർദാനിലല്ല, നിന്റെ കാല് ലാൻഡ് ചെയ്യുന്നത് ഇളകി മറിയുന്ന ഒരു ചെങ്കടലിലല്ല. അതിലുപരി നിന്റെ കാല് ലാൻഡ് ചെയ്യുന്നത് ഒരു ഖനാനിലത്രേ, ഒരു വാഗ്ദത്തത്തിലത്രേ, ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയിലത്രേ. ഏറ്റെടുക്കുക. In the mighty name of Jesus, in the mighty name of Jesus. Hallelujah, 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 hallelujah. Glory to Jesus. Ready ആയിക്കോളാം, ശിംശോനെ പോലെ. Hallelujah. റെഡി ആയിക്കോണം കീറുവാൻ, ഒരു ദാവീദിനെ പോലെ. ദാവീദ് പിശാച് തന്റെ നേർക്ക് ഓൾറെഡി വന്നപ്പോൾ തന്നെ കീറി. പക്ഷേ ഇന്ന് പലരും സിംഹത്തിന്റെ ഉള്ളില, തിമിംഗലത്തിന്റെ ഉള്ളിൽ യോന കിടന്നത് പോലെ ചിലർക്ക് ഉള്ളി കിടക്കുക. ഈ ഉള്ളി കിടക്കുന്നതിന്റെ അർത്ഥം ഇനി കുറെ കൂടെ ഒതുങ്ങാന്നുള്ളതല്ല, പുറത്തു വരാൻ തയ്യാറെടുക്കണമെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനയുടെ ആ ഒരു സിറ്റുവേഷൻ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു, ശരിയാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കാവോ, ഒരു മനുഷ്യൻ ഇനി ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ല. ഇനി പുറത്തു വരുന്നെങ്കിൽ ഡെഡ് ബോഡി ആയിട്ട് മാത്രം പുറത്തു വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ബാധിക്കുന്നൊന്നുണ്ട്. ഒന്ന് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അതായത് വെപ്രാളം, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. എന്ത് ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഗിവപ്പ് ചെയ്യും, വിട്ടുകൊടുക്കും, നിരാശപ്പെടും, പിന്നെ ഡിപ്രസ്ഡ് ആകും, പിന്നെ അങ്ങ് ഒതുങ്ങിക്കൊടും, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. ഇന്നൊരമ്മ എന്നോട് ചങ്ങനാശ്ശേരി എന്ന പ്രാർത്ഥനാ വിഷയം എന്നെ അറിയിച്ചത് ഇപ്രകാരമായിരുന്നു. തൻ്റെ മകളുടെയും മരുമകൻ്റെയും വിഷയമാണ്. മകള് ഡൽഹിയിൽ എയിംസിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു സ്റ്റാഫ് നേഴ്സായിരുന്നു. ഡൽഹിയിൽ ഏതോ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മഞ്ഞപ്പിത്തം കടന്നു വരികയും മകള് തൻ്റെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് കടന്നു വരുന്നു. ആശുപത്രിയിലായിരുന്നു, വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവം തന്നെ വിടുവിച്ച് ഭവനത്തിൽ മടങ്ങി വരുവാനിടയായിരുന്നു. പക്ഷേ ഇന്ന് അമ്മ വിളിച്ച് പറഞ്ഞത് ഇപ്രകാരം, വീണ്ടും തൻ്റെ മകൾക്ക് വളരെ ക്രിട്ടിക്കലായി, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് പറയുന്നത്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, വളരെ വിവശയായ അവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു. യെസ്,
അവിടെ അഡ്മിറ്റ് ആയിരിക്കുക. അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്. നേരത്തെയൊക്കെ വിളിക്കുമ്പോൾ അമ്മ പറയായിരുന്നു, എൻ്റെ മകളെയും മരുമകനെയും സർജറി കൂടാതെ, സർജറിയൊക്കെ എന്ത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് സർജറി വേണമെന്ന് പറഞ്ഞു, പക്ഷെ സർജറി ഇല്ല, ദൈവം വിടുവിച്ചു, ഭവനത്തിൽ മടക്കി അയച്ചു. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ദൈവത്തിന് പദ്ധതി ഉണ്ടായിരിക്കാം. അന്ന് സർജറി വേണമെന്ന്, പക്ഷെ സർജറി ദൈവം അനുവദിച്ചില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് പറയുന്നു, സർജറി വേണമെന്ന് പറയുന്നു. ഇന്ന് അമ്മ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ദൈവം തമ്പുരാൻ അവളെ വിളിച്ചാലും കുഴപ്പമില്ല, അവൾക്കൊരു ശാന്തി കൊടുക്കണം. മനസ്സിലായോ? അവളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ, സർജറി ചെയ്യാൻ അവർക്ക് പൈസ ഇല്ല, ഇങ്ങനെ അനുഭവിക്കുന്നത് കാണാൻ അവർക്ക് ചങ്കൂറ്റവും ഇല്ല. അങ്ങനെയെങ്കിൽ ദൈവം എൻ്റെ മോളെന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. എൻ്റെ മകളെ ദൈവം അങ്ങോട്ട് വിളിക്കുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് ഒന്നിൽ നിന്നൊരു വിടുതൽ വേണം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ വിളിക്കാനല്ല ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, ജീവിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ജീവിക്കാനാണ്, മരിക്കാനല്ല. മരിക്കാനായിരുന്നെങ്കിൽ ദൈവം നമ്മളെ നിർമ്മിക്കത്തില്ലായിരുന്നു. യേശു പറഞ്ഞില്ല ഞാൻ മരണമാണെന്ന്, പക്ഷെ കർത്താവ് പറഞ്ഞു ഞാൻ ജീവനാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നവര് മരിക്കുകയല്ല, അവർ ജീവിക്കുക എത്ര ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞു, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. പ്രതീക്ഷ കൈവിടരുത്. ദൈവത്തിന് ഇനി അത്ഭുതം ചെയ്യാൻ കഴിയും, ദൈവത്തിന് ഇനിയും വിടുതൽ ചെയ്യാൻ കഴിയും. ആമേൻ. ഇന്ന് ഞാനിത് പറഞ്ഞതിന് പിന്നിൽ മറ്റൊന്നുമല്ല. ഈ അമ്മ ആദ്യമൊക്കെ വിടുതൽ, സൗഖ്യം വേണമെന്നായിരുന്നു. പക്ഷേ ഒരു ടൈം കഴിഞ്ഞപ്പോൾ മരിച്ചെങ്കിലും മതി എന്നുള്ളൊരവസ്ഥയിലായി. അപ്പോൾ ഒന്ന് യോനയുടെ സിറ്റുവേഷൻ നോക്കണം. മണിക്കൂർ 1 കഴിഞ്ഞു, മണിക്കൂർ 2 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 24 കഴിഞ്ഞു, ദിവസം 1 കഴിഞ്ഞു. ഒരു ഇതുമില്ല, മൊത്തം ഒരു അന്ധകാരം, മൊത്തം നാറ്റം. എനിക്കൊന്ന് ഓക്സിജനൊക്കെ എടുക്കാനും അത്യാവശ്യം ബുദ്ധിമുട്ടി കാണണം. ഒന്ന് ആലോചിക്കും, നമ്മൾ തന്നെയായാലും ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ട്രാപ്പായി പോയാൽ നമ്മൾ വെപ്രാളപ്പെടുത്തില്ലേ? അല്ലേ? എനിക്ക് ഏറ്റവും വെപ്രാളം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എയർപോർട്ട്. പ്രൈസ് ഗോഡ്. എയർപോർട്ടിൽ പോകാൻ നിങ്ങളെല്ലാവരും ദൈവം സഹായിക്കണം, ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതൊക്കെ ദൈവം ഒരുക്കുന്നേ. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ കൊച്ചി വരെയെങ്കിലും പോവാം. ഞാൻ ആരോ പറയുന്നുണ്ട് 1700 രൂപയുള്ളൂ എന്ന്. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ പോകുമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഈ ചിലർ വിചാരിക്കുന്നത് ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ID കാർഡ് കാണിച്ച് ഗേറ്റ് അകത്ത് കിടക്കും, ഇതാണ് ഗേറ്റ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പോയിട്ടുള്ളവർക്കറിയാം അതൊന്നുമല്ല. അതിനകത്ത് മുംബൈ എയർപോർട്ടിൽ പോയപ്പോൾ ഞാൻ കയറിയ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പർ 44B ആയിരുന്നു, 44ാമത് ഗേറ്റ്. അപ്പോൾ അവിടെ എനിക്കൊന്നും അതിലും കൂടുതലുണ്ട്, എത്രയോ ഗേറ്റ് ഉണ്ട്. ബാംഗ്ലൂർ, മുംബൈ എയർപോർട്ടാണ് ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നോക്കിയപ്പോഴും അവിടെ ഏകദേശം 38, 40 എത്രയോ 44 എന്തോ ഗേറ്റ് അവിടെ അത്രയേ ഉള്ളത് ഞാൻ കണ്ടു. 2 എയർപോർട്ടുണ്ട്, അതിലൊരു എയർപോർട്ടിലെ കാര്യമാണ് പറഞ്ഞത്. ഇൻ്റർനാഷണലിലെയോ ഡൊമസ്റ്റിക്കിലെയോ ഏതോ ഒന്നിലെയാണ്. ഇൻ്റർനാഷണലിലെയാണ്. ടെർമിനൽ 1ലേതാണ് ഈ 40 സംതിങ് കണ്ടത്. അടുത്ത ഡൊമസ്റ്റിക് ഉണ്ട്, അതാണ് പുതിയ എയർപോർട്ട്, അവിടെയും കാണും അതുപോലെ. ഇത്രയും ഗേറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ഗേറ്റിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ പണി. അതായത് ഫസ്റ്റ് ഗേറ്റ് നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തൊക്കെ പോവാം. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ 44ാമത് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ നടന്ന് പോകണം. ഈ നടക്കുന്നതും പ്രശ്നമില്ല, നമുക്ക് ഓടെങ്കിലും ചെയ്യാം. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടുപോകാന്നുള്ള ബാഗ് അല്ലാതെ വേറൊരു ബാഗ് ഉണ്ടെങ്കിലുണ്ടല്ലോ കാര്യം തീർന്നു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വലിയ പ്രശ്നമില്ല, അവിടെ അത്യാവശ്യം സ്പീഡുണ്ട്. നമ്മൾ പോയാലും ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തും. പക്ഷേ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയപ്പോൾ ഒന്ന് പഠിച്ചു. മുംബൈയിൽ പോലും ഇത്ര ഇതില്ലായിരുന്നു കേട്ടോ. എനിക്കൊന്ന് മോർണിംഗ് ഏർലി ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കാം, അറിയത്തില്ല. എനിക്കൊരു പേടിയായി, ഇനിയിപ്പോൾ ഫ്ലൈറ്റ് എല്ലാം പോകുന്ന വരെ പേടിച്ചു പോയി. എന്നാലും ഇല്ല, അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഭാഗ്യം കൊണ്ട്. കാരണം ഇത്രയും തിരക്കാണെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ പതുക്കെയൊക്കെ പോകാന്നുള്ളൊരു മട്ടിലായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ക്യൂ നീങ്ങുന്നില്ല. 1/2 മണിക്കൂറായിട്ടും
ക്യൂ ഇങ്ങനെ തന്നെ നിൽക്കുക. ഏകദേശം 3/4 മണിക്കൂർ എന്തോ എടുത്തു ക്യൂവിൻ്റെ ഫ്രണ്ടിലെത്താൻ. ഞാൻ നോക്കിയപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ അര 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവസാനം പോയപ്പോഴേക്കും പറയാം, ഇനി നിങ്ങളെ ലഗേജ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഒന്ന് ചിന്തിച്ചു, കർത്താവ്, എൻ്റെ വല്ല അവസ്ഥയായിരുന്നു ഇതെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് എനിക്ക് വരുമായിരുന്നു. കാരണം ഈ ലഗേജ് ഇനി എവിടെ ഇട്ടിട്ട് പോകാൻ പറ്റും? ഇട്ടിട്ട് പോകാൻ എനിക്ക് എന്തായാലും പറ്റൂല. സ്തോത്രം. ഞാൻ വേണമെങ്കിൽ ഇനി അവിടെ നിന്നിട്ട് ബസ് വേണമെങ്കിലും കയറി ഫ്ലൈറ്റ് പോകാം, ഞാൻ ലഗേജ് കൊണ്ട് വരാമെന്ന് വേണമെങ്കിലും ഞാൻ പറയും. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒന്ന് വണ്ടിയിൽ നിറച്ച് ലഗേജൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ. അപ്പം ഞാൻ അവരുടെ അവസ്ഥ ആലോചിച്ചു, കർത്താവേ. പിന്നെ എന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ പറഞ്ഞു അവർക്കിനി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 4:40 ഫ്ലൈറ്റാണ്. 4:40 ഫ്ലൈറ്റ് ഏകദേശം 3:40 മുതൽ ബോർഡിങ് തുടങ്ങും. ഇതിൻ്റെ ലഗേജൊക്കെ എനിക്ക് തോന്നുന്നു 3:40 4 മണിക്ക് എന്തോ തന്നെ ഫ്ലൈറ്റിൽ കയറ്റി കഴിയും. അതായത് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ ഓൾറെഡി കയറ്റി കഴിയും. അപ്പോൾ ഈ 4 മണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്താൽ ഇത് അങ്ങ് എത്തുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് കയറ്റാൻ പറ്റില്ല. ഫ്ലൈറ്റ് കയറ്റാനുള്ള ലഗേജ് പോയി കഴിഞ്ഞു. ആ ഫ്ലൈറ്റിനുള്ള ലഗേജിൻ്റെ ക്യാരിയർ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ അതിനകത്താണ് ഏറ്റവും വലിയ വെപ്രാളം വരുന്നത്. കാരണം പരിചയമില്ലാത്ത സ്ഥലം, വെളിയിലോട്ട് പോകാനും പറ്റില്ല, അകത്തോട്ട് പോകാനും പറ്റില്ല. കയറിയ ഒന്നീ ഫ്ലൈറ്റിൽ, അല്ലെങ്കിൽ ഞാൻ വെളിയിൽ വരില്ല എന്തായാലും. കാരണം നമ്മളെ പൈസയല്ലേ പോകുന്നത്. സ്തോത്രം അല്ലേ? അവരും അത് തന്നെ. അവരവിടെ നിന്ന് വഴക്ക് പറയും. ഈ വഴക്ക് കാരണം ബാക്കി ഫ്ലൈറ്റിൽ പോകാനുള്ള ആൾക്കാരുടെയും ക്യൂ സ്റ്റക്കായി. കാരണം ഇവരെല്ലാവരും കൂടെ ഈ കൗണ്ടറെല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഞങ്ങൾ ഇൻഗ്ലാസ് എന്താ വിളിച്ചോ, ഞങ്ങളെ ലഗേജ് കൊണ്ടുപോയാലേ പറ്റൂ. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞു, നിങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരുടെയും കൂടെ ഫ്ലൈറ്റ് മിസ്സാവും, അപ്പോൾ നിങ്ങളിങ്ങനെ നിൽക്കണമെങ്കിൽ നിന്നോന്ന് പറഞ്ഞു. പിന്നെ അവരിങ്ങനെ മാറി. പിന്നെ എന്ത് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാവം തോന്നി, എനിക്ക് വളരെ വിഷമം തോന്നി. പക്ഷെ ദൈവം നമ്മളെയൊക്കെ കാത്ത് സൂക്ഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതിനകത്ത് നമ്മൾ ഭയങ്കര വെപ്രാളാണ്. കാരണം രാവാണോ പകലാണോ എന്ന് അറിയാൻ പറ്റും. ഈ ഗേറ്റിൻ്റെ അടുത്തെത്തും, അവിടെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ടുണ്ട്. പക്ഷേ ഈ ലോബിയിൽ എന്ന് പറഞ്ഞാൽ രാവാണോ പകലാണോ ഒരു ഐഡിയ ഇല്ല. സ്തോത്രം. ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇതുപോലെയാണ് യോനി. എപ്പോഴാണ് ഡിപ്പാർച്ചർ, എപ്പോഴാണ് അറൈവൽ, ഇതൊന്നും ഒരു ഐഡിയ ഇല്ല. പുറത്തെപ്പോഴാണ്, അകത്തെപ്പോഴാണ്, ഇതൊരു ഐഡിയ ഇല്ല. 3 ദിവസം കിടന്നു. ഒന്ന് ആലോചിച്ചു, എന്തായാലും നിരാശപ്പെടും അല്ലേ? എല്ലാം ഗിവപ്പ് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്തോ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ചിന്തയാണ്. പക്ഷെ യോന 3 ദിവസം കഴിഞ്ഞ് ആ തിമിംഗലത്തിൻ്റെ അകത്തുനിന്ന് പുറത്ത് വന്നപ്പോഴും തനിക്ക് പ്രസംഗ നോട്ടിന് കുറവൊന്നുമില്ലായിരുന്നു. പ്രസംഗമൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? അയ്യോ, എനിക്ക് പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല, എൻ്റെ ബുക്കും പേപ്പറൊക്കെ എല്ലാം ഷിപ്പിലായിപ്പോയി എന്ന് പറഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടോ? അവനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ചില പദ്ധതികൾ ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള ഒരഭിഷിക്തനായിട്ടായിരുന്നു ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കുക, എത്ര നമ്മളെ പിശാച് വിഴുങ്ങി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ തയ്യാറായിക്കോണം. ഹല്ലേലൂയ. പുറത്തു വരുന്നൊരു തോൽവിയായിട്ടായിരിക്കത്തില്ല, പുറത്തു വരുന്നൊരു ജയാളിയായിട്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഷാലോം മിനിസ്ട്രീസിന് ഒരു പ്രത്യേക ഒരു ദൈവം നടത്തുന്ന ഒരു രീതിയാണ്. ഓരോ ഉയർച്ചയ്ക്ക് മുൻപും എപ്പോഴും ഒരു ശോധന ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു ശത്രുവിൻ്റെ വെല്ലുവിളി ഉണ്ടായിരിക്കും. പക്ഷെ ഈ വെല്ലുവിളികളൊന്നും തകർത്ത ചരിത്രമില്ല. ഈ വെല്ലുവിളികൾക്കൊക്കെ ശേഷം ദൈവം ഭയങ്കരമായി വളർത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഒന്നുണ്ട്, കാരണം നമ്മൾ ഭയക്കുന്ന കൂട്ടർ. ശാലോം എന്ന് പറയുമ്പോൾ ഷാജി ബ്രദർ, എബി ശാലോം, നമ്മളെല്ലാവരും സഭ ഒരുമിച്ച് നിൽക്കുമ്പോഴാ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ആ ഇംഗ്ലീഷ് വേഴ്സും കൂടെ വായിക്കാൻ ആഗ്രഹിക്കുക. അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു, Be sober, be vigilant, because your adversary, the devil, as a roaring lion, walked about seeking whom he may devour. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പിശാച് ഒരു സിംഹത്തെ പോലെ, അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ ഇടയിൽ നടക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നടക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മുകളിൽ നമ്മൾ മലയാളത്തിൽ വായിച്ചത് അവിടെ ചുറ്റി നടക്കുന്നു. യെസ്, കറക്റ്റ്. നടക്കുന്നു. ആര് ഡിവോർ എന്ന് പറയുന്ന വാക്കിന് വിഴുങ്ങുക എന്നുള്ളത് മാത്രമല്ല, അതിന് കുറച്ചും കൂടെ ആഴമായ അർത്ഥങ്ങളുണ്ട് അല്ലെ? ആരെ നശിപ്പിക്കണം, ആരെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ കാത്തിരിക്കുക, അങ്ങനെ ചുറ്റി നടക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഈ പിശാചിന്റെ നടത്തം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
പിശാചിനെ ചുറ്റി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരിക്കൽ ഒരാൾ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയി. എരിഹോവിലേക്ക് പോയ ആളെ ഈ കള്ളന്മാരെങ്ങനെ ആക്രമിച്ചെന്നറിയാമോ? അവർ നടന്നു കേട്ടോ, അവർ ഇവനെ ചുറ്റി, അവർ നടന്നു. പക്ഷേ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അവർ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നവരാണ്. ഹല്ലേലൂയ. വഴിമധ്യേ ഈ കള്ളന്മാരെന്ത് ചെയ്തു? ഒളിച്ചിരുന്ന് ഇവനെ ആക്രമിക്കാനായി കാത്തിരുന്നു എന്ന് മനസ്സിലാക്കുക. പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് പറയുമ്പോൾ ചുറ്റി നടക്കുമ്പോൾ ഒന്ന് മനസ്സിലായിക്കോണം. ഞാൻ ഇത് നിന്നെ വിഴുങ്ങാൻ വരേണേ, നീ 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 റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് വരില്ല. അവൻ സീക്രട്ടായിട്ടാണ് വരുന്നത്, അവൻ ഹിഡൻ ആയിട്ടാണ് വരുന്നത്. ഒരു മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിടുമ്പോൾ മീൻ ചൂണ്ടയെ കാണോ അതോ ചൂണ്ടയിലെ ഭക്ഷണം കാണോ? അപ്പോൾ ഈ ചൂണ്ടയെ കാണുന്നേക്കാളും തീറ്റയെ കാണുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ മീന് അത് തന്നെ ശരി തന്നെ കേട്ടാ, ഓ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഓ എന്ന് പറഞ്ഞ് വായി തുറന്ന് ഒരൊറ്റ കൊത്തി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഓ എന്ന് പറയണത് പിന്നെ ആവൂല, പിന്നെ ഓ തന്നെ ഇരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ അത് ഇളകണമെങ്കിൽ ഇളക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അതിനെ കൊല്ലുന്ന സമയമായിരിക്കും. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ചൂണ്ട നമ്മുടെ ചുറ്റും ഇരിക്കുന്നത് നമ്മൾ കാണത്തില്ല. നമ്മൾ നോക്കുന്നത് ആ ചൂണ്ടയിൽ വെച്ചിരിക്കുന്ന, നമ്മളെ അകപ്പെടുത്തി കളയാൻ വെച്ചിരിക്കുന്ന തീറ്റയാണ്. നമ്മൾ നോക്കുമ്പോൾ തീറ്റയാ ഗുണമുള്ളതാ, ശരിയാ, ശരിയാ കേട്ടാ, ഓ മനസ്സിലാകുന്നുണ്ടോ? തലയാട്ടുന്ന രീതിയിലുള്ള തീറ്റകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ മനസ്സിലായി കാണാം നമ്മളെ കാണാത്തൊരു ചൂണ്ടയുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതൊക്കെ നമ്മുടെ കർണപടത്തിൽ കേൾക്കുമ്പോൾ ഓ തന്നെ കേട്ടാ എന്ന് നമ്മൾ പറഞ്ഞിരുത്തിക്കളയുന്ന രീതിയിലായിരിക്കും പിശാച് ചൂണ്ടകളെ ഒരുക്കുന്നത്. ആമേൻ. കാരണം യേശുവിനെ അന്നത്തെ ആൾക്കാരൊക്കെ വിളിച്ച ഒരു പേരുണ്ട്. എന്താ വിളിച്ചിരുന്നത്? റബുനി എന്ന് വിളിച്ചിരുന്നു. അത് നിങ്ങളെ പോലത്തെ ആൾക്കാർ. ഗുരു എന്ന് വിളിച്ചിരുന്നത് അത് നിങ്ങളിൽ കുറച്ച് ആൾക്കാർ. ഇനി പറ, കുഴപ്പമില്ല, എല്ലാം ശരി തന്നെ, തെറ്റുത്തരമില്ല. യേശുവിനെ എന്തൊക്കെ വിളിച്ചിരുന്നു പറയൂ? നസ്രയേൽ അല്ലെങ്കിൽ നസ്രയേലുള്ള ഒരാളാണ് എന്നൊരു പേരുണ്ട്. നസ്രായൻ എന്നൊരു പേരുണ്ടായിരുന്നു. ശബ്ദമൊന്നും വെളിയിൽ വരുന്നില്ല. യഹൂദന്മാരുടെ രാജാവ്, ഭൂതം പിടിച്ചവൻ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ. എന്നാലും ഇനിയിപ്പോൾ എല്ലാ പേരും കൂടെ പറയാം നമുക്ക്. പ്രവാചകൻ എന്ന് വിളിക്കുന്നവരുണ്ടായിരുന്നു, ദൈവപുത്രൻ എന്ന് വിളിക്കുന്നവർ, മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നവരുണ്ടായിരുന്നു, നീ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് വിളിച്ചവരുണ്ടായിരുന്നു, മശീഹ എന്ന് വിളിച്ചവരുണ്ട്. ആമേൻ. ഇന്നൊന്ന് മനസ്സിലാക്കുക, ആരൊക്കെ അവനെ ക്രൂശിപ്പിനെന്ന് വിളിച്ചാലും ഈ ചൂണ്ടയെ മനസ്സിലാക്കിയിട്ട് ദൈവപുത്രനെ വിളിക്കാനായിട്ട്, സത്യത്തോട് കൂടെ നിൽക്കാൻ നമ്മുടെ മനസ്സ് പ്രകാശമുള്ളതായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ചൂണ്ടയിൽ അകപ്പെട്ടു പോകരുത്, ചൂണ്ടയിൽ അകപ്പെട്ടു പോകരുത്, ചൂണ്ടയിൽ അകപ്പെട്ടു പോകരുത്, ചൂണ്ടയിൽ അകപ്പെട്ടു പോകരുത്. അറിയത്തില്ല, അകപ്പെട്ടതിന് ശേഷമേ അറിയത്തുള്ളൂ. ഒരു പിശാചിന്റെ വിഴുങ്ങലിന് നമ്മളെ നശിപ്പിക്കാനേ കഴിയത്തില്ല. ഒരു പിശാചിന്റെ പദ്ധതികൾക്ക് നമ്മളെ നശിപ്പിക്കാനേ കഴിയത്തില്ല. അത് നമ്മുടെ സാമ്പത്തിക ജീവിതമായിക്കോട്ടെ, നമ്മുടെ കുടുംബ ജീവിതമായിക്കോട്ടെ, നമ്മുടെ തൊഴിൽ മേഖലയായിക്കോട്ടെ, നമ്മുടെ ഭാവി ആയിക്കോട്ടെ, നമ്മുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ആത്മീക ജീവിതമായിക്കോട്ടെ. ഇന്ന് പിശാച് പലയിടത്തുമുണ്ട്. പക്ഷെ കെയർഫുൾ ആയിരിക്കുക. പിശാചിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങൾ ഇന്ന് നിങ്ങളെ ഞെരുക്കുകയാണോ, നിങ്ങളെ പ്രയാസപ്പെടുത്തുകയാണോ? അവിടെ നിങ്ങൾ നിരാശപ്പെടുകയല്ല, അവിടെ നിങ്ങൾ പിന്നിലേക്ക് പോവുകയല്ല. ഉറപ്പോടെ നിൽക്കുക. ദൈവം നിങ്ങൾ അന്ന് അനുഭവിക്കുന്നതിനേക്കാൾ വലുതൊന്ന് നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ,
ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പത്രോസിന്റെ ജീവിതത്തിൽ അവൻ ശൂന്യതയായിരുന്നു. പക്ഷേ എന്റെ കർത്താവിൽ അവൻ വിശ്വസിച്ചപ്പോൾ അവന്റെ ശൂന്യതകൾ നിറവിന്റെ ഒരു പ്ലാറ്റ്ഫോമായി മാറി. എങ്കിലും ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ ഞെരുക്കങ്ങൾ അതൊരു വിശാലതയ്ക്ക് മുൻകൂറായുള്ളൊരു അനുഭവം അത്രേ. ഇന്ന് നമ്മുടെ ശൂന്യതകൾ അതൊരു നിറവിന് മുൻകൂറായി വരുന്ന ഒരു അനുഭവം അത്രേ. ഇന്ന് നമ്മുടേതായിട്ടുള്ള അവൻ കീഴ്പോട്ടുള്ള യാത്രകൾ അതൊരു മുകളിലോട്ട് യാത്ര ചെയ്യാനുള്ള ചില പ്രിപ്പറേഷന്റെ ടൈം അത്രേ.